നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം അലങ്കോലമായതിന്റെ പേരിൽ പ്രതിക്കൂട്ടിലായത് ഇടതുപക്ഷമെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ. പൂരം നിർത്തിവെക്കാൻ ആരാണ് തീരുമാനിച്ചതെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാകും. തൃശൂർ പൂരത്തെ NDA സ്ഥാനാർത്ഥിയുടെ രാഷ്ട്രീയ വിജയത്തിന് കരുവാക്കിയെന്നും VS സുനിൽകുമാർ. ഇറിഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കത്തെ തുടർന്ന് തൃശൂരിൽ യുവാവിനെ മർദ്ദിച്ചു കൊന്ന സംഭവത്തിൽ 5 പേർ പോലീസ് കസ്റ്റഡിയിൽ. സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന് പോലീസ്. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് തമിഴ്നാട് സ്വദേശി ചാൾസ് ബെഞ്ചമിൻ എന്ന അരുൺ. വന്യജീവികളിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ട് ഒലവക്കോട് DFO ഓഫീസിലേക്ക് കർഷക സംഘം മാർച്ച്. കർഷക സംരക്ഷണമെന്ന ഇടത് സർക്കാർ നയത്തെ തുരങ്കം വെക്കാനുള്ള ചില ഉദ്യോഗസ്ഥരുടെ ശ്രമം വെച്ചുപൊറുപ്പിക്കില്ലെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ. സഹകരണ മേഖല ജനവിരുദ്ധമാണെന്ന് തോന്നലുണ്ടായതിന് ഉത്തരവാദി സംസ്ഥാന സർക്കാർ എന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. സഹകരണ മേഖലയെ സർക്കാരിന് ദൂർത്തടിക്കാൻ പണം കണ്ടെത്തുന്ന മേഖലയാക്കി മാറ്റി. വേതന കുടിശ്ശിക ആവശ്യപ്പെട്ട് പാലക്കാട് കലക്ട്രേറ്റിനു മുന്നിൽ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് അസോസിയേഷൻ ധർണ. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം അലങ്കോലമായതിന്റെ പേരിൽ പ്രതിക്കൂട്ടിലായത് ഇടതുപക്ഷമാണെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ. തന്റെ സംശയങ്ങൾ ദൂരീകരിക്കാൻ കഴിയുന്ന അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. 1200 പേജുള്ള റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പരിശോധിക്കാൻ സമയം വേണമെന്നും റിപ്പോർട്ട് പരിശോധിച്ച ശേഷം നിലപാട് വ്യക്തമാക്കുമെന്നും സുനിൽകുമാർ തൃശൂരിൽ പറഞ്ഞു. പൂരം അലങ്കോലപ്പെട്ടത് സംബന്ധിച്ച് വരുന്ന വർഷത്തെ പൂരത്തിനു മുമ്പ് വ്യക്തതയുണ്ടാകണമെന്ന് VS സുനിൽകുമാർ ആവശ്യപ്പെട്ടു. അടുത്ത വർഷം പൂരമുണ്ടാകുമ്പോൾ ഒരു തർക്കവും ഉണ്ടാകാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനം എടുക്കണം. ഇതൊരു കൺക്ലൂഷനിൽ എത്തണം. കാരണം തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം എന്നും തർക്കിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമല്ല. ഈ അടുത്ത പൂരത്തിന്റെ നടപടിയിലേക്ക് ആൾക്കാർ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് പോകേണ്ട ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഈ പൂരം എന്ന് പറഞ്ഞുകൊണ്ട് ഈ തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവണം. പൂരം നിർത്തിവെക്കാൻ ആരാണ് തീരുമാനിച്ചതെന്ന് പ്രധാന വിഷയമാണ്. ഈ സംഭവത്തിൽ പ്രതിക്കൂട്ടിലായത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും ഇടതുപക്ഷവുമാണ്. തന്റെ സംശയങ്ങൾ ദൂരീകരിക്കാൻ കഴിയുന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. റിപ്പോർട്ട് പുറത്തു വന്നാൽ നിലപാട് വ്യക്തമാക്കും. ആരാണ് തീരുമാനിച്ചത്, എന്താണ് ഒരു കാരണം, അത് ഇതുകൊണ്ട് മാത്രമാണോ? തൃശ്ശൂർ പൂരം പോലെയുള്ള ഒരു വലിയ ഇവന്റ് അങ്ങനെ ഒരു പെട്ടെന്ന് അർദ്ധരാത്രിയിൽ ഒരു ഘട്ടത്തിൽ നിർത്തിവെക്കാൻ ഇടയാക്കുന്ന എങ്ങനെയാണ്? അവിടെയാണ് പെട്ടെന്ന് ആംബുലൻസിൽ വരുന്നു, രംഗപ്രവേശനം നടത്തുന്നു, പിന്നെ അതിന്റെ ജഗപൊക പരിപാടികൾ നടക്കുന്നു, പിന്നീട് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെല്ലാം വളരെ വലിയ പ്രചരണം നടക്കുന്നു. പിന്നെ കേരളം മുഴുവനും പിടിച്ചു കുലുക്കുന്ന ചർച്ചയാക്കി തൃശ്ശൂർ പൂരത്തെ തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ മാറ്റുന്നു. അതിൽ പ്രതിക്കൂട്ടിലായി നിൽക്കുന്നവരാരാണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകളാണ് അതിന്റെ പ്രതിക്കൂട്ടി നിൽക്കുന്നത്. അന്വേഷണം ഇഴഞ്ഞു നീങ്ങി എന്നത് യാഥാർത്ഥ്യമാണ്. തൃശൂർ പൂരത്തെ NDA സ്ഥാനാർത്ഥിയുടെ രാഷ്ട്രീയമായ വിജയത്തിനു വേണ്ടി കരുവാക്കി. അതിൽ ആരൊക്കെ ഇടപെട്ടു എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. റിപ്പോർട്ട് നിലവിൽ സർക്കാരിന്റെ പരിഗണനയിലാണ്. ഗവൺമെന്റ് ആ റിപ്പോർട്ടിന്മേൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഔദ്യോഗികമായ പ്രതികരണത്തിന് കഴിയൂ. റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ പല വാർത്തകളും വരുന്നുണ്ട്. 1200 പേജുള്ള റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പരിശോധിക്കാൻ സമയം വേണം. റിപ്പോർട്ടിൽ കൂടുതൽ അന്വേഷണം വേണോ എന്നുള്ളത് സർക്കാരിന്റെ തീരുമാനമാണ്. റിപ്പോർട്ട് പുറത്തുവരുന്നതോടെ ദുരൂഹതയുടെ ചുരുളഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സുനിൽകുമാർ പറഞ്ഞു. അപ്പൊ അതിനുശേഷം അത് ഗവൺമെന്റ് എന്താണ് ആ റിപ്പോർട്ടിന്മേൽ ചെയ്യാൻ പോകുന്നത് എന്നത് അറിഞ്ഞതിന് ശേഷം മാത്രമേ ആ റിപ്പോർട്ട് സംബന്ധിച്ച് നമുക്കൊരു ഔദ്യോഗികമായ ഒരു പ്രതികരണം നടത്താൻ കഴിയുള്ളൂ. അതല്ലാതെ നമ്മൾ പിന്നെ പത്രമാധ്യമങ്ങൾ ധാരാളം വാർത്തകൾ വരുന്നുണ്ട്. റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തെ പറ്റിയിട്ടുള്ള നിരവധി വാർത്തകൾ വരുന്നുണ്ടെങ്കിലും ആ 1200 പേജുള്ളതാണ് ആ റിപ്പോർട്ട് എന്നുള്ളതും വാർത്തയിൽ വന്നിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ആ റിപ്പോർട്ടിനകത്തുള്ള ഉള്ളടക്കം നമുക്ക് പരിശോധിക്കാൻ സമയം കിട്ടണം. അപ്പൊ സർക്കാർ ഇത് പരിശോധിച്ചിട്ട് ADGPയുടെ റിപ്പോർട്ട് അത് തള്ളേണ്ടതാണോ അതല്ല കൂടുതൽ നടപടി ആവശ്യമുള്ളതാണോ എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനാണ്. പൂരം അലങ്കോലപ്പെടുത്തിയത് ആസൂത്രിതമായിരുന്നു എന്ന ചർച്ച ജനസമൂഹത്തിൽ നടക്കുന്നത് ആശ്വാസകരമാണ്. എന്തുതന്നെയായാലും യാഥാർത്ഥ്യം പുറത്തുവരണമെന്നും VS സുനിൽകുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഇറിഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കത്തെ തുടർന്ന് തൃശൂരിൽ യുവാവിനെ മർദ്ദിച്ചു കൊന്ന സംഭവത്തിൽ 5 പേർ പോലീസ് കസ്റ്റഡിയിൽ.
സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. തമിഴ്നാട് മെട്ടുപ്പാളയം സ്വദേശി ചാൾസ് ബെഞ്ചമിൻ എന്ന അരുണിനാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ള 3 പേരടക്കം 5 പേരെയാണ് തൃശൂരിൽ നിന്നും കണ്ണൂരിൽ നിന്നുമായി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് കേസിൽ 11 പ്രതികളുണ്ടെന്ന് കണ്ടെത്തി. മുഖ്യ പ്രതികളിൽ ഒരാളായ കണ്ണൂർ സ്വദേശി സാദിഖ് ഒളിവിലാണ്. പ്രതികൾക്കായി കണ്ണൂർ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് കയ്പമംഗലം പോലീസ് അന്വേഷണം തുടരുകയാണ്. ഒരു കണ്ണൂർ സ്വദേശിയും തൃശൂർ ജില്ലക്കാരായ 4 പേരുമാണ് പിടിയിലായിരിക്കുന്നത്. തമിഴ്നാട് മേട്ടുപ്പാളയം സ്വദേശിയായ 40-കാരൻ ചാൾസ് ബെഞ്ചമിൻ എന്ന അരുണിനെയാണ് മർദ്ദിച്ചു കൊന്ന ശേഷം മൃതദേഹം ആംബുലൻസിൽ കയറ്റിവിട്ടത്. ഇറിഡിയം നൽകാമെന്ന് പറഞ്ഞ് പലപ്പോഴായി 60 ലക്ഷത്തിലധികം രൂപ തട്ടിച്ചതിലുള്ള വൈരാഗ്യത്തിലായിരുന്നു കൊലപാതകം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കർഷക സംരക്ഷണമെന്ന ഇടതു സർക്കാർ നയത്തെ തുരങ്കം വെക്കാനുള്ള ചില ഉദ്യോഗസ്ഥരുടെ ശ്രമം വിലപ്പോകില്ലെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ. വന്യജീവികളിൽ നിന്നും സംരക്ഷണം ആവശ്യപ്പെട്ട് ഒലോക്കോട് DFOയുടെ കാര്യാലയത്തിലേക്ക് കർഷക സംഘം നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകരെ സംരക്ഷിക്കുമെന്നതാണ് സർക്കാർ നയം. എന്നാൽ യഥാസമയം നഷ്ടപരിഹാര കണക്കെടുപ്പ് നടത്തി കർഷക സംരക്ഷണം ഉറപ്പാക്കേണ്ട ഉദ്യോഗസ്ഥർ സർക്കാർ നയത്തെ തുരങ്കം വയ്ക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലമായി വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിനും പരിക്കേറ്റവർക്കും വിള നശിച്ചവർക്കും നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെന്നത് ഖേദകരമാണ്. അപകട സാധ്യതകൾ മുൻകൂട്ടി കണ്ട് നടപടി സ്വീകരിക്കാൻ വനപാലകർ തയ്യാറാകണമെന്നും CK രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. 2014 ഭേദഗതി അയച്ചു എന്നതും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം വകുപ്പ് അത് അനുവദിച്ചുവെന്നും റിപ്പോർട്ട് വന്നു. പക്ഷേ അന്ന് ജിയോ ടാഗിംഗ് ഉൾപ്പെടെയുള്ള രേഖകൾ കൃത്യമായിട്ട് സമർപ്പിക്കാൻ അന്നത്തെ ഗവൺമെന്റിന് സാധിച്ചില്ല. അതാണിപ്പോൾ കാരണം പറയുന്നത്. ഇപ്പൊ 2015-ലും 2017-ലും 2018-ലും 2022-ലും ഇപ്പൊ 2024-ലും വന്ന കരടിലെല്ലാം ആ 123 വില്ലേജുകൾ ഈ ESIയിൽ ഉൾപ്പെടുന്നതാണ്. ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. നേരത്തെ പറഞ്ഞ 20% വരെയൊക്കെയുള്ള പ്രദേശങ്ങളാണെങ്കിൽ ആ പ്രദേശം മാത്രമാണ് ഇതിന്റെ പരിധിയിൽ വരിക. ഇപ്പോ 20% ഇതിന്റെ പരിധിയിൽ വന്നാൽ അത് ആ വില്ലേജ് മുഴുവൻ ബാധകമാകുക. അങ്ങനെയാണ് ഇത് കണക്കാക്കിയിട്ടുള്ളത്. ഈ ഒരു വില്ലേജിലെ ജനങ്ങൾ എവിടേക്ക് പോകും? കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് KD പ്രസേനൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സുഭാഷ് ചന്ദ്രബോസ്, ജോസ് മാത്യു, സഹദേവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പെരുങ്ങോട്ടുകുറിശി പെരുവല്ല തെക്കുംപാടം പാടശേഖര സമിതിയുടെ കീഴിലെ കർഷകരുടെ 40 ഹെക്ടറോളം വരുന്ന രണ്ടാം വിള നെൽകൃഷി നഷ്ടത്തിൽ. നഷ്ടം സംഭവിച്ച കർഷകർക്ക് ഉടൻ വിള പരിരക്ഷാ തുക വിതരണം ചെയ്യണമെന്ന് കൃഷിയിടം സന്ദർശിച്ച മുൻ MLA AV ഗോപിനാഥ് ആവശ്യപ്പെട്ടു. കൃഷിക്ക് നഷ്ടം സംഭവിച്ചതോടെ പെരുങ്ങോട്ടുകുറിശി പെരുവല്ല തെക്കുംപാടം പാടശേഖര സമിതിയിലെ ആകെയുള്ള 188 കൃഷിക്കാരിൽ 130 പേർക്കും വൻ നഷ്ടമാണ് സംഭവിച്ചത്. പെരുവല തെക്കുംപാടം പാടശേഖരം മുൻ MLA AV ഗോപിനാഥ്, പെരുങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കേരളകുമാരി, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സന്ദർശിച്ചു. സമിതിയിൽ സംഭവിച്ചത് വൻ നഷ്ടമാണെന്നും ഉചിതമായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാവണമെന്നും ഇൻഷുറൻസ് തുക കൃഷിക്കാർക്ക് അടിയന്തരമായി ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും AV ഗോപിനാഥ് ആവശ്യപ്പെട്ടു. ഒരു മണി നെല്ല് പോലും കർഷകന് കിട്ടാത്തൊരവസ്ഥയിലാണ്. ഒരുപാട് ആളുകൾ കൊയ്യുന്നില്ല, കൂട്ടിക്കളയാണ്. അങ്ങനെ കൊയ്യാൻ നഷ്ടം അതിലേറെ വരും. അവരെ ഭീമമായ സാമ്പത്തിക നഷ്ടം കർഷകരെ ഈ സീസൺ അനുഭവിക്കാൻ പോവുകയാണ്. അത് പരിഹരിക്കേണ്ടത് ഗവൺമെന്റിന്റെ ബാധ്യതയിൽപ്പെട്ടാണ്, ഉദ്യോഗസ്ഥന്മാരുടെ ബാധ്യതയിൽപ്പെട്ടാണ്. അടിയന്തരമായ നടപടി എടുത്തിട്ടില്ലെങ്കിൽ പല സ്ഥലത്തും ഉണ്ടായതുപോലെ കർഷകർ സൂസൈഡ് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകും. പാടശേഖരം കൃഷി ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. സമിതി സെക്രട്ടറി KU ശ്രീനിവാസൻ, പ്രസിഡന്റ് വിജയകൃഷ്ണൻ, PV കൃഷ്ണൻകുട്ടി പൂവത്തിങ്കൽ, വാസു വലിയപറമ്പ്, PK പരമേശ്വരൻ, കണ്ണൻ മഞ്ഞപ്പംകുന്ന് എന്നീ കർഷകർ സന്ദർശക സംഘത്തിന് മുന്നിൽ കാര്യങ്ങൾ വിവരിച്ചു. രണ്ടാം വിള കൃഷി നശിച്ചതോടെ കർഷകർ കൊയ്തെടുക്കാതെ ഉപേക്ഷിക്കുകയാണ്. കൊയ്ത്തുകൂലി കൊടുക്കാൻ പോലും നെല്ല് കിട്ടിയില്ലെന്നാണ് കർഷകർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സഹകരണ മേഖല ജനവിരുദ്ധമാണെന്ന തോന്നലുണ്ടാക്കിയതിന് ഉത്തരവാദി സംസ്ഥാന സർക്കാരെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. വേതന കുടിശ്ശിക ആവശ്യപ്പെട്ട് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് അസോസിയേഷൻ പാലക്കാട് കലക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന് ധൂർത്തടിക്കാനായി പണം കണ്ടെത്തുന്ന മേഖല മാത്രമായി സഹകരണ മേഖലയെ മാറ്റിയിരിക്കുകയാണ്.
ജനാധിപത്യ വ്യവസ്ഥയിൽ എന്തു ചെയ്യാൻ പാടില്ലയോ അത് മാത്രമാണ് സർക്കാർ ചെയ്യുന്നതെന്ന് എ തങ്കപ്പൻ കുറ്റപ്പെടുത്തി. സർക്കാർ ധൂർത്തിന്റെ ഉദാഹരണമാണ് വയനാട് ദുരിതാശ്വാസ എസ്റ്റിമേറ്റ്. സർക്കാർ ജീവനക്കാരെ കാണുന്നത് ശത്രുക്കളെ പോലെയാണെന്നും എ തങ്കപ്പൻ പറഞ്ഞു. മാത്രമല്ല, എല്ലാ ബാങ്ക് പ്രസിഡന്റുമാരും ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൂടി കഴിഞ്ഞിട്ട് സാധാരണഗതി പോവുക ഒപ്പിടുക വരുന്ന അത് മാറി ഇതുകൂടി കഴിഞ്ഞിട്ട് അവിടുന്ന് വരാൻ പറ്റുമെന്ന് നിർദ്ദേശം കൊടുത്തു. പിന്നെ ഇപ്പൊ കോപ്പറേറ്റീവ് ബാങ്ക് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവരും ശമ്പളം തരുന്നത് കേരള ഗവൺമെന്റ് ഒന്നുമില്ല, കേന്ദ്ര ഗവൺമെന്റുമാണ്. കോപ്പറേറ്റീവ് നിങ്ങൾ അധ്വാനിച്ചിട്ടുള്ള സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ച് ശമ്പളം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എല്ലാവരും ഗവൺമെന്റിന്റെ ഒരു സംഭാവന നടത്തില്ല. പക്ഷെ നിങ്ങൾ ഓരോ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഓരോ ജീവനക്കാർക്കും അവർക്ക് അർഹമായിട്ടുള്ള ശമ്പളം ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ നമ്മളെ ഉപയോഗിച്ചതിനാന്ന് പറയുമ്പോൾ ഓക്കി ദുരന്തം, വെള്ളപ്പൊക്കം, അങ്ങനെയുള്ള അവരുടെ ധൂർത്തിന് വേണ്ടി കൈയിട്ട് വാരുന്ന ഒരു സ്ഥാപനമായി മാറ്റി കോപ്പറേറ്റീവ് ബാങ്ക് മുഴുവൻ. ശമ്പള പരിഷ്കരണം, ക്ഷാമാശ്വാസ കുടിശ്ശിക, ആരോഗ്യ സുരക്ഷാ പദ്ധതി തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു KCEA ധർണ. പ്രസിഡന്റ് C. കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ, DCC സെക്രട്ടറി V. രാമചന്ദ്രൻ, സെക്രട്ടറി മോഹനൻ, C. ബാലൻ, KM സുരേഷ്, M. സജിത്ത് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാലപ്പഴക്കം ചെന്ന് ചോർന്നൊലിക്കുന്ന മങ്കരയിലെ ഹോമിയോ ഡിസ്പെൻസറിക്ക് പുതിയ കെട്ടിടം ഒരുങ്ങുന്നു. നാഷണൽ ആയുഷ് മിഷൻ അനുവദിച്ച 30 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾ നടക്കുക. ഏകദേശം 30 വർഷത്തിലേറെ പഴക്കമുള്ള അപകടാവസ്ഥയിലായ മാങ്കുറിശ്ശിയിലുള്ള ഹോമിയോ ഡിസ്പെൻസറിക്കാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. നിലവിൽ ചുമർ വിണ്ടുകീറി അപകടാവസ്ഥയിലായ കെട്ടിടത്തിൽ ഡോക്ടറും ജീവനക്കാരും ഭീതിയോടെയാണ് കാലങ്ങളായി കഴിഞ്ഞുകൂടുന്നത്. കെട്ടിടത്തിന്റെ അവസ്ഥയെക്കുറിച്ച് നിലവിലെ ഹോമിയോ ഡോക്ടർ F. ശിവേണിയാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇതേ തുടർന്നാണ് ആശുപത്രി കെട്ടിടം പുതുക്കി പണിയാൻ നാഷണൽ ആയുഷ് മിഷൻ 30 ലക്ഷം രൂപ അനുവദിച്ചത്. വരും ദിവസങ്ങളിൽ നിർമ്മാണ പ്രവൃത്തികൾക്കുള്ള പ്രാഥമിക നടപടികൾ ആരംഭിക്കും. ഡോക്ടർ ശിവേണിയുടെ നിരന്തര ഇടപെടലാണ് പുതിയ കെട്ടിടത്തിനായുള്ള നടപടി ഉണ്ടായതെന്നും ഡോക്ടറെ അഭിനന്ദിക്കുന്നതായും സ്ഥലം സന്ദർശിച്ച മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിന് ഫണ്ട് ലഭ്യമാക്കുന്നതിന് വേണ്ടി നമ്മൾ നാമിനെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെയും സമീപിച്ചിരുന്നു. എന്തായാലും ഈ ഡോക്ടർ വന്നതിന് ശേഷം അതിന് പിന്നിൽ സജീവമായി ഇടപെടുകയും ഇപ്പോൾ 30 ലക്ഷം രൂപ ഇതുമായി ബന്ധപ്പെട്ട് കെട്ടിടം പുതുക്കി പണിയുന്നതിന് വേണ്ടി അനുവദിച്ച് നൽകിയിരിക്കുകയാണ്. അതിന്റെ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് അടുത്ത മാസം തന്നെ കൊടുക്കും. ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ആശുപത്രി കെട്ടിടമാണ് ഒരുങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ പാലക്കാട് നടന്നു. PNT എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് ഹാളിൽ ചേർന്ന കൺവെൻഷൻ SCFWA സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി TK ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ നേട്ടത്തിന്റെ ഫലമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആയുർദൈർഘ്യം കൂടിയിട്ടുണ്ട്. ആയുർദൈർഘ്യം കൂടുന്നത് മാത്രമല്ല, മുമ്പത്തെ പോലെയുള്ള കൂട്ടുകുടുംബ വ്യവസ്ഥ മാറി അണുകുടുംബ വ്യവസ്ഥയായി തീർന്നു. അപ്പം അതുകൊണ്ട് തന്നെ വയോജനങ്ങൾ കുടുംബത്തിൽ നിന്നും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു പ്രശ്നം എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ പല ഗവൺമെന്റുകളും അലസതയാണ് കാണിക്കുന്നത്. SCFWA പാലക്കാട് ജില്ലാ പ്രസിഡന്റ് TS പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. KP കുഞ്ഞിരാമൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി MA പൊന്മല മാസ്റ്റർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ VA രാജൻ മാസ്റ്റർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. വനിതാ വിംഗ് സംസ്ഥാന കമ്മിറ്റി അംഗം K. കുമാരി സതീന്ദ്രൻ, പാലക്കാട് ജില്ലാ കൺവീനർ KP സ്വർണലത, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ PC ഏലിയാമ്മ, K. രേണുകാദേവി ടീച്ചർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി KP രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തോലനു ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. KPCC നിശ്ചയിച്ച 53ഓളം ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങാണ് നടന്നത്. കുത്തന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടിയിൽ തരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് P. ബാലൻ അധ്യക്ഷനായി. DCC സെക്രട്ടറിമാരായ ശാന്ത ജയറാം, സരസ്വതി രാമചന്ദ്രൻ, തരൂർ UDF ചെയർമാൻ മനോജ് കുമാർ, കുത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT സഹദേവൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ഹരിദാസൻ കുത്തന്നൂർ, മോഹൻകുമാർ കോട്ടായി, സുരേഷ് പെരുങ്ങോട്ടുകുറിശി, അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി.
അഖില കേരള എഴുത്തച്ഛൻ സമാജം ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റി വൈവാഹികം 2024 പരിപാടി സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം ഗോപികാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സമാജം രക്ഷാധികാരി കെ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആചാര്യവന്ദനത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. എഴുത്തച്ഛൻ സമാജം ഒറ്റപ്പാലം താലൂക്ക് പ്രസിഡന്റ് പി സോമസുന്ദരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രമേഷ് കൊളേരി സ്വാഗതം പറഞ്ഞു. വൈവാഹിക സംഗമം സംബന്ധിച്ച് താലൂക്ക് സംഘടനാ സെക്രട്ടറി എൻ നാരായണൻകുട്ടി വിശദീകരിച്ചു. താലൂക്ക് വൈസ് പ്രസിഡന്റ് പ്രേമലത, വാർഡ് മെമ്പർ ആശ, സംസ്ഥാന സമിതി അംഗം സി കൃഷ്ണനുണ്ണി എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തിന് പുറത്തുനിന്നുമായി 900ഓളം യുവതി യുവാക്കൾ രക്ഷിതാക്കൾക്കൊപ്പം സംഗമത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. SSK ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വിഭാവനം ചെയ്യുന്ന ഓണച്ചങ്ങാതി പദ്ധതിയുടെ ഒറ്റപ്പാലം BRC തല ഉദ്ഘാടനം അമ്പലപ്പാറയിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ ഭാഗമായി ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നേടുന്ന BRCക്ക് കീഴിലെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വീടുകളിലെത്തി ഓണസമ്മാനങ്ങൾ കൈമാറി. അമ്പലപ്പാറ കടമ്പൂർ ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ആദിത്യന്റെ വീട്ടിൽ വെച്ച് നടന്ന BRC തല ഉദ്ഘാടനം അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ നിർവഹിച്ചു. ഒരു കുട്ടി വളർന്നു വരിക എന്നുള്ളത് നമ്മുടെ നാടിന് അഭിമാനം. നമ്മുടെ നാടിന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും നിലനിൽക്കുന്നത് നല്ല പൗരന്മാരെ സൃഷ്ടിക്കുക എന്നതിലാണ്. നല്ല തരത്തിലുള്ള അവർക്ക് ജീവിക്കാനുള്ള അവസരം, അതേപോലെ തന്നെ അതിനുള്ള എല്ലാ കഴിവുകളും ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവരെയും നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഭാഗമാക്കി നിർത്തിക്കൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ എല്ലാവിധത്തിലും ഉയർത്തിക്കൊണ്ടുവരിക. ഇപ്പൊ ഇവിടെ മാഷ് സൂചിപ്പിച്ചു, നമ്മുടെ ഓണച്ചങ്ങാതി എന്ന പരിപാടി നമുക്ക് എങ്ങനെയാണ് നീളുന്നത്? ഓണത്തിന്റെ ഇന്നിപ്പോ എന്നും ഓണാണ്. നമുക്ക് ഇന്ന് പണ്ട് മാവേലി നാട് വാണിയിടുന്ന കാലത്ത് ഒരു പ്രത്യേക ദിവസം അല്ലെ, എല്ലാം ഓണാണ്, അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ പട്ടിണിയും പരിവട്ടവും ഇല്ല എന്ന് തന്നെ പറയാം. ഒറ്റപ്പാലം BPC കെ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. കടമ്പൂർ ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ കെ സുരേഷ്, BRC ട്രെയിനർ PM വെങ്കിടേശ്വരൻ, അധ്യാപകരായ N ഹരിദാസൻ, M ബേബി എന്നിവർ പ്രസംഗിച്ചു. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ E ഉഷ സ്വാഗതവും MT ഷഫീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ലോക പേവിഷബാധ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ പാലക്കാട് ബോധവൽക്കരണ സെമിനാർ നടത്തും. സെപ്റ്റംബർ 28-ന് പാലക്കാട് IMA ഹാളിലാണ് സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 100% വാക്സിനിലൂടെ വൈറൽ രോഗമായ റാബീസ് തടയാൻ കഴിയുമെങ്കിലും ഇന്നും ഈ രോഗം നിർണായക പൊതുജനാരോഗ്യ പ്രശ്നമായി തുടരുകയാണെന്ന് ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. ഏകദേശം 18,000 മുതൽ 20,000 വരെ ആളുകളാണ് പ്രതിവർഷം ലോകത്ത് റാബീസ് മൂലം മരണപ്പെടുന്നത്. 99% കേസുകളും നായകടി മൂലം സംഭവിക്കുന്നതാണ്. കാലതാമസമുള്ള ചികിത്സയോ അവബോധത്തിൻ്റെ അഭാവമോ മൂലമാണ് പല മരണങ്ങളും സംഭവിക്കുന്നത്. കേരളത്തിൽ സമീപ വർഷങ്ങളിൽ പേവിഷബാധ വർദ്ധിച്ചു വരികയാണ്. തെരുവുനായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതും വാക്സിനേഷൻ കവറേജിലെ വിടവുകളുമാണ് ഇതിന് പ്രധാന കാരണം. പല കുടുംബങ്ങൾക്കും, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ഉള്ളവർക്ക് പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചും സമയോചിതമായ വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനെക്കുറിച്ചും അറിവില്ലാത്തതാണ് പ്രശ്നമാകുന്നത്. ഇത് പരിഹരിക്കുന്നതിനാണ് വെറ്റിനറി അസോസിയേഷൻ ലക്ഷ്യം വെക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. പെയിന്റിംഗ് കോമ്പറ്റീഷനും നമ്മൾ നടത്തുന്നുണ്ട്. ഈ പ്രാവശ്യം വേൾഡ് റേബീസ് ഡേയുടെ തീം ബ്രേക്കിംഗ് റേബീസ് ബൗണ്ടറീസ് എന്നുള്ള തീമോട് കൂടിയിട്ടാണ് ഈ പ്രാവശ്യം ആഘോഷിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് നമ്മൾ സ്കൂളുകളിലൊക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഇന്ന് വിളിച്ചിരിക്കുന്നത് അതിനും കൂടെയാണ്. നമ്മൾ ജില്ലയിലെ ഹൈസ്കൂൾ സ്റ്റുഡൻസിനായിട്ടാണ് ക്യൂസ് കോമ്പറ്റീഷനും അതുപോലെ തന്നെ പെയിന്റിംഗ് കോമ്പറ്റീഷനും IMA ഹാളിൽ വെച്ചിട്ട് 9:30-ക്കാണ് രജിസ്ട്രേഷൻ നടത്തുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ഈ കുട്ടികൾക്കായിട്ട് തന്നെ ഒരു അവയർനെസ് ക്ലാസ്സും കൂടെ ഉണ്ട്. ഇതിന്റെ പിന്നിൽ നമ്മളൊരു ഔട്ട്റീച്ച് പ്രോഗ്രാം കൂടെ നടത്തുകയാണ്. അതായത് ഒരു തുടക്കം കുറിക്കുകയാണ്. ഇവരെ അംബാസഡറൈസ് ആക്കിക്കൊണ്ട് തന്നെ ഇവർക്കൊരു ഈ ക്ലാസ്സിന്റെ ഇത് കേട്ടത് കൊണ്ട് ഒരു അവയർനെസ് കിട്ടിയത് കൊണ്ട് തന്നെ വാക്സിനേഷൻ, അതുപോലെ പെറ്റ് ഓണർഷിപ്പ്, അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ്, ഇതിലൊക്കെ ഒരു അവയർനെസ് കൊടുത്തുകൊണ്ട് മറ്റ് സ്കൂളുകളിലും അല്ലെങ്കിൽ സമൂഹത്തിലും അവരൊരു ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ക്ലാസ് എടുക്കാൻ അവരെ സജ്ജമാക്കുക എന്നുള്ള ഒരു
പ്രോഗ്രാമിന്റെ കൂടെ ഒരു സംസ്ഥാന പ്രോഗ്രാമായിട്ട് അന്നൊരു ഉദ്ഘാടനം ഒരു തുടക്കം കുറിക്കുന്നുണ്ട്. പ്രസിഡന്റ് ഡോക്ടർ PS ഭാഗ്യലക്ഷ്മി, സെക്രട്ടറി ഡോക്ടർ ദിലീപ് ഫൽഗുനൻ, ട്രഷറർ ഡോക്ടർ K വിഷ്ണു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം അലങ്കോലമായതിന്റെ പേരിൽ പ്രതിക്കൂട്ടിലായത് ഇടതുപക്ഷമെന്ന് മുൻമന്ത്രി VS സുനിൽകുമാർ. പൂരം നിർത്തിവെക്കാൻ ആരാണ് തീരുമാനിച്ചതെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാകും. തൃശൂർ പൂരത്തെ NDA സ്ഥാനാർത്ഥിയുടെ രാഷ്ട്രീയ വിജയത്തിന് കരുവാക്കിയെന്നും VS സുനിൽകുമാർ. ഇറിഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കത്തെ തുടർന്ന് തൃശൂരിൽ യുവാവിനെ മർദ്ദിച്ചു കൊന്ന സംഭവത്തിൽ 5 പേർ പോലീസ് കസ്റ്റഡിയിൽ. സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന് പോലീസ്. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് തമിഴ്നാട് സ്വദേശി ചാൾസ് ബെഞ്ചമിൻ എന്ന അരുൺ. വന്യജീവികളിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ട് ഒലവക്കോട് DFO ഓഫീസിലേക്ക് കർഷക സംഘം മാർച്ച്. കർഷക സംരക്ഷണമെന്ന ഇടത് സർക്കാർ നയത്തെ തുരങ്കം വെക്കാനുള്ള ചില ഉദ്യോഗസ്ഥരുടെ ശ്രമം വെച്ചുപൊറുപ്പിക്കില്ലെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ. സഹകരണ മേഖല ജനവിരുദ്ധമാണെന്ന് തോന്നലുണ്ടായതിന് ഉത്തരവാദി സംസ്ഥാന സർക്കാർ എന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. സഹകരണ മേഖലയെ സർക്കാരിന് ദൂർത്തടിക്കാൻ പണം കണ്ടെത്തുന്ന മേഖലയാക്കി മാറ്റി. വേതന കുടിശ്ശിക ആവശ്യപ്പെട്ട് പാലക്കാട് കലക്ട്രേറ്റിനു മുന്നിൽ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് അസോസിയേഷൻ ധർണ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.